നമസ്കാരം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് കടക്കുകയാണ്. മൂലം നക്ഷത്രത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ മൂലം നക്ഷത്രത്തിന് ഈ 2026 വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള മലയാള മാസം 12 മലയാള മാസങ്ങളിലും അവർക്ക് എന്തൊക്കെയാണ് അനുഭവത്തിൽ വരുന്നത്, എന്തൊക്കെ നേട്ടങ്ങളാണ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്തരത്തിലുള്ള പരിഹാരങ്ങളാണ് പ്രതിസന്ധികളും തടസ്സങ്ങളും മാറുവാനായി ഇവർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ജ്യോതിഷപ്രകാരം കേതു ഭരണാധിപനായ ഈ നക്ഷത്രം ധനുരാശിയിലാണ് വരുന്നത്. ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും അസാമാന്യ കഴിവുമൊക്കെ ഉള്ളവരാണ് ഈ മൂലം നക്ഷത്രക്കാർ. ഏത് വലിയ പ്രതിസന്ധിയിലും തളരാതെ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് കഴിയും. ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അത് ലക്ഷ്യത്തിലെത്തിക്കാൻ ഏതറ്റം വരെയും കഠിനമായി ഇവർ പരിശ്രമിക്കുന്നവരാണ്. ജീവിതത്തെ വളരെ ഗൗരവമായി കാണുന്നവരാണിവർ. നീതിക്കും ന്യായത്തിനും വളരെ വില കൊടുക്കുന്നവരാണിവർ. അതിനുവേണ്ടി തന്നെ നിലകൊള്ളുന്നവരാണിവർ. പലപ്പോഴും മറ്റുള്ളവരുടെ തെറ്റുകൾ മുഖത്ത് നോക്കി തിരുത്താൻ മടിയില്ലാത്തതുകൊണ്ട് ഇവർക്ക് ശത്രുക്കൾ ഒരു പക്ഷേ കൂടുവാനും സാധ്യതയുണ്ട്. അപ്പോൾ നീതിക്കും ന്യായത്തിനും സത്യസന്ധതയ്ക്കും ഒക്കെ വേണ്ടി നിലകൊള്ളുന്ന ഒരു സ്വഭാവ സവിശേഷത ഉള്ളത് കൊണ്ട് തന്നെ ന്യായാധിപനായ ശനി ഭഗവാൻ അധികമൊന്നും ഇവർക്ക് ദോഷകരമായി പ്രവർത്തിക്കുകയില്ല. വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൂടി വരുന്ന ജൂൺ മാസത്തിൽ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികളൊക്കെ മാറി വളരെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും. ദേഷ്യം വന്നാൽ അത് നിയന്ത്രിക്കാൻ വളരെ പാടുപെടുന്നവരാണ് എന്നുള്ളതാണ് ഇവരുടെ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയൊരു ന്യൂനതയായി കാണുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ട്. സ്വന്തം സുഖത്തേക്കാൾ ഉപരിയായി മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ തയ്യാറാകുന്നവരാണ് ഈ മൂലം നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ, പൊതുപ്രവർത്തനം, സാമൂഹ്യ സേവനം തുടങ്ങിയ മേഖലകളിലൊക്കെ ഇവർ നന്നായി ശോഭിക്കുന്നവരുമാണ്. അപ്പോൾ ഇനി ഈ മലയാള മാസത്തിലെ 12 മാസങ്ങൾ, ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള 12 മാസങ്ങളിൽ മൂലം നക്ഷത്രക്കാർ എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടി വരാൻ സാധ്യതയുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ നേരിടണം തുടങ്ങിയ വിശദമായ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സാമ്പത്തിക നില ഭദ്രമാകുന്ന ഒരു വിഷു വർഷമാണിത്. അതായത് ഈ വിഷുവിന് ശേഷമുള്ള 12 മാസങ്ങളിൽ നിങ്ങൾക്ക് അവസാനം നോക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക നില തികച്ചും ഭദ്രമായിരിക്കും. ജൂണിന് ശേഷം കടബാധ്യതകൾ കുറയ്ക്കാനും നിക്ഷേപങ്ങൾ തുടങ്ങുവാൻ, അതായത് സമ്പാദ്യത്തിനുമൊക്കെ സാധിക്കും. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷമാണ് നിങ്ങൾക്ക് ഒരു ഗ്രഹനിർമ്മാണത്തിന് യോഗം കാണുന്നത്. ഒരു ഗ്രഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുവാനോ പണി ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്ന, ഇപ്പോൾ പണി നടക്കുന്ന ഒരു ഗ്രഹത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാനൊക്കെ കഴിയുന്നത് ഈ വർഷത്തിൻ്റെ പകുതി ജൂൺ മാസത്തിന് ശേഷമാണ്. സെപ്റ്റംബർ നവംബർ കാലയളവിൽ നിങ്ങൾക്ക് പുതിയ വാഹനം അത്തരത്തിലൊരാഗ്രഹമുണ്ടെങ്കിൽ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതും സാധിക്കും. വിവാഹപരമായി തടസ്സങ്ങൾ മാറി മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കും. വിവാഹം പോലുള്ളവയും പ്രണയബന്ധങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ, അതായത് വിവാഹം കഴിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി പ്രണയിക്കുന്നവർക്ക് വിവാഹം സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷം. ഇപ്പോൾ മേടമാസം, അതായത് ഏപ്രിൽ മാസത്തിൻ്റെ പാതി മുതൽ മെയ് മാസത്തിൻ്റെ പാതി വരെയുള്ള കാലഘട്ടമാണ് മേടമാസം. അമിതമായ ജോലിഭാരം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. നന്നായി അധ്വാനിക്കേണ്ടി വരും. നിങ്ങളുടെ കർമ്മ മേഖലയിൽ കഠിനമായി അധ്വാനിക്കേണ്ട ആവശ്യകതയുള്ള ഒരു സമയമാണ്. വരുമാനം തൃപ്തികരമായിരിക്കുമെങ്കിലും കുടുംബത്തിൽ പല ആവശ്യങ്ങളും അപ്രതീക്ഷിതമായി വരും. അങ്ങനെ നിങ്ങളുടെ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം പണം അവിടെ ചെലവഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകും. തൊഴിൽ മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ബുദ്ധിമുട്ടാണ്, ഇത്രയൊന്നും ത്യാഗം സഹിക്കാൻ വയ്യ എന്നൊരു മനോഭാവം ഇപ്പോൾ തോന്നുന്നെങ്കിലും നിങ്ങൾ ഉടനടി ഒരു തീരുമാനമെടുത്ത് ഇപ്പോൾ ചെയ്യുന്ന ജോലി വിട്ട് മറ്റൊരിടത്തേക്ക് പോകാതിരിക്കുക. നിങ്ങൾ ജൂൺ മാസമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ശാന്തതയും സമാധാനവുമൊക്കെ നിങ്ങളുടെ തൊഴിൽ രംഗത്ത് കർമ്മ മേഖലയിൽ ഉണ്ടാകും. അപ്പോഴൊരു ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നതായിരിക്കും ഉത്തമം. ആരോഗ്യകാര്യത്തിൽ മേടമാസത്തിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ശ്വസന സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. പൊടി പിടിച്ചതും അല്ലെങ്കിൽ മലിന വായു കെട്ടിക്കിടക്കുന്നതുമായ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് ശ്രദ്ധിക്കണം. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ കൃത്യമായി ചികിത്സ തേടാനും മടിക്കരുത്.
ഇനി ഇടവമാസം എങ്ങനെയാണ്? മെയ് മാസത്തിൻ്റെ പാതി മുതൽ ജൂൺ മാസത്തിൻ്റെ പാതി വരെയാണ് ഇടവമാസം. ഇത് യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകുന്ന ഒരു മാസമാണിത്. അതായത് നിങ്ങളുടെ കർമ്മ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഔദ്യോഗികമായോ അല്ലെങ്കിൽ പഠന ആവശ്യങ്ങൾക്കോ എന്തിനായാലും ശരിയാണ്, നിങ്ങൾക്ക് നിരവധി യാത്രകൾ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രയോജനം, നിങ്ങളുടെ യാത്രയുടെ ലക്ഷ്യമെന്താണോ അത് സാധിക്കുവാനും കഴിയുന്ന ഒരു മാസമാണ് ഇടവമാസം. വിദ്യാഭ്യാസപരമായി ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള അഡ്മിഷനൊക്കെ ഈ സമയത്ത് സാധിച്ചെടുക്കാൻ കഴിയും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി കുറച്ച് പണം ചിലവാകുന്ന ഒരു സമയമാണ്. മുൻ മാസവും ഇത് തന്നെയാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുമാനമുണ്ടെങ്കിലും കുടുംബവുമായി ബന്ധപ്പെട്ട് പണം ചിലവാകുന്ന സമയം. അത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം നിങ്ങൾ ഈ ഇടവമാസത്തിൽ പണം ചിലവിടാൻ കൂടി ശ്രദ്ധിക്കുക. വിദേശത്ത് നിന്നോ ദൂരദേശത്തു നിന്നോ ശുഭവാർത്തകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ സൗഹൃദങ്ങൾ വഴിയോ ഒക്കെ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷഭരിതനാക്കുന്ന, നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കുന്ന നിലയ്ക്കുള്ള ശുഭവാർത്തകൾ ഈ ഇടവമാസത്തിൽ മൂലനക്ഷത്രക്കാരെ തേടിയെത്തും. ഇനി മിഥുനമാസം ജൂൺ മാസത്തിൻ്റെ പാതി മുതൽ ജൂലൈ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് മിഥുനമാസം. ധനനേട്ടമാണ് ഈ മാസം നിങ്ങളെ കാത്തിരിക്കുന്നത്. ഭാഗ്യപരീക്ഷണങ്ങളിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകും. അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് സാമ്പത്തിക ലാഭമുണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന മേഖലകളിൽ, നിങ്ങളുടെ കർമ്മ മേഖലകളിൽ നിന്നെല്ലാം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു മാസമാണ്. കൂടാതെ നിങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്ന, അത് എന്തെങ്കിലും പേപ്പറുകളുടെ പ്രശ്നങ്ങൾ കൊണ്ട്, കടലാസ് വർക്കുകൾ കൊണ്ട് കുരുങ്ങിക്കിടന്ന, അത് നിയമപരമായി കുടുങ്ങിക്കിടന്നതോ ആകട്ടെ, അത്തരം കാര്യങ്ങളൊക്കെ ക്ലിയറായി അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് അർഹമായ, നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന പണം തീർച്ചയായും ഈ സമയത്ത് ലഭിക്കും. തൊഴിൽ അഭിവൃദ്ധിപ്പെടും. വരുമാനത്തിൽ വർധനവുണ്ടാകും. കയ്യിൽ നിറയെ പണം ലഭിക്കുന്ന ഒരു സമയം. നിങ്ങൾ തൊടുന്നതെല്ലാം ഭാഗ്യത്തിൽ കലാശിക്കുന്ന, അതായത് നമ്മളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ഭാഗ്യവും കൂടി ഉണ്ടെങ്കിൽ അതിന് കിട്ടുന്ന നേട്ടം വളരെ വലുതായിരിക്കും. ഭാഗ്യം കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ ചെറിയൊരു ഭാഗ്യം പലപ്പോഴും കണ്ടിട്ടില്ലേ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും വലിയ പാടുപെട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ മറ്റൊരുത്തൻ, നമ്മുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു പരിചയക്കാരൻ, ഏതെങ്കിലും ഒരാൾ, അയാൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ശ്രമങ്ങൾ നടത്തുമ്പോൾ വൻ വിജയം അവർക്ക് ലഭിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മൾ അനുഭവിക്കുന്നില്ലേ? അത് രണ്ടുപേരും ചെയ്യുന്ന പ്രവർത്തികൾ ഒന്നാണെങ്കിലും ഒരാളിന് ഭാഗ്യത്തിൻ്റെ ഒരു കടാക്ഷം കൂടി ലഭിക്കുന്ന സമയമാണെങ്കിൽ നന്നായി അവർ രക്ഷപ്പെടും. മിഥുനമാസത്തിൽ മൂലനക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ചെറിയ പരിശ്രമത്തിലൂടെ വൻ വിജയങ്ങൾ സ്വായത്തമാക്കാൻ കഴിയും. വിവാഹ ആലോചനകളിൽ പുരോഗതി. വിവാഹം ആലോചിച്ചു കൊണ്ടിരുന്ന വ്യക്തികൾ അത് മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു തീരുമാനമാകാതെ, അന്തിമമായി തീരുമാനമാകാതെ അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുന്ന അത്തരം ആലോചനകൾക്കൊക്കെ ഈ മാസം ഒരു തീരുമാനമാകും. അവിവാഹിതർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്ന മാസമാണ് മിഥുനം. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ നിയമന ഉത്തരവുകൾ ലഭിക്കുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ജോലി തേടുന്നവർക്ക് ഇപ്പോൾ തന്നെ ശ്രമം തുടങ്ങിക്കഴിഞ്ഞാൽ മിഥുനമാസമൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ പരിശ്രമത്തിന് തീർച്ചയായിട്ടും ഒരു ഫലം ലഭിക്കും. കർക്കിടക മാസത്തെ പറ്റിയാണ് ഇനി പറയുന്നത്. ജൂലൈ മാസത്തിൻ്റെ പാതി മുതൽ ഓഗസ്റ്റ് മാസത്തിൻ്റെ പാതി വരെയുള്ള കാലമാണ് കർക്കിടക മാസം. കുടുംബത്തിൽ മനസമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, വാക്ക് തർക്കങ്ങളൊക്കെ നിലവിലുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഒഴിഞ്ഞു പോയിട്ട് കുടുംബത്തിൽ ആകെ ഒരു സന്തോഷവും സമാധാനവും, എല്ലാവർക്കും ഒരു ഊർജവും പുതു ജീവിതം ഉണ്ടായതുപോലൊരു സന്തോഷമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഭൂമി സംബന്ധമായി നിങ്ങൾക്ക് ആരെങ്കിലുമായി തർക്കങ്ങൾ, അവകാശ തർക്കങ്ങളോ അതിരു തർക്കങ്ങളോ കേസുകളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണ്. അതും നിങ്ങളുടെ മനസമാധാനത്തിന് ആക്കം കൂട്ടും എന്ന് മനസ്സിലാക്കുക. പുതിയ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അഡ്വാൻസ് നൽകാൻ സാധിക്കുന്ന മാസമാണ്. നിങ്ങൾക്ക് പുതിയൊരു ഭൂമി വാങ്ങുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ സമയം അതിന് അനുയോജ്യമാണ്, അതിനുള്ള യോഗമുണ്ട്. സാമ്പത്തികമായി വളരെ ഉയർച്ചയുണ്ടാകുന്ന ഒരു മാസം കൂടിയാണ്. സമ്പാദ്യം വർദ്ധിക്കും. കാരണം ഇതിന് മുന്ന് പറഞ്ഞ മാസം മിഥുനമാസത്തിൽ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ ഒരു കടാക്ഷം ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലത്തും
അതിൻ്റെ പിന്തുണ ലഭിക്കും. സമ്പാദ്യം വർദ്ധിക്കും. സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ വസ്തുവകകളൊക്കെ സമ്പാദിക്കുവാനുള്ള ഒരു യോഗവുമുണ്ട്. സുഹൃത്തുക്കളുമായി ഇടപെടുമ്പോൾ വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ, പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഒപ്പമുള്ളവരെ പിണക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ മിഥുനം കർക്കിടക മാസത്തിലൊക്കെ ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും. കാരണം സുഹൃത്തുക്കളുമായിട്ടോ പരിചയക്കാരുമായിട്ടോ ഒന്നും അധികം സമയം ചെലവിടാൻ കഴിയില്ല. അത് നിങ്ങളുടെ തെറ്റല്ല. കാരണം നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ, നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ജോലി തിരക്കുകളും ഒക്കെ ആകുമ്പോൾ അവരെയെല്ലാം പഴയതുപോലെ പോയി കാണുവാനോ അല്ലെങ്കിൽ അവർ അടുത്ത് വന്നാൽ പഴയതുപോലെ അവരോട് ഒരുപാട് സമയം ചെലവഴിക്കുവാനോ കഴിയാതെ വരും. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്കൊരു ഉയർച്ച വരുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ തഴയുന്നു എന്നൊരു പരാതി അവരുടെ ഭാഗത്തുനിന്ന് വരുവാനിടയുണ്ട്. അത് അനാവശ്യമായി അവർ എന്തെങ്കിലും സംസാരിക്കും, നിങ്ങളതിനോട് തർക്കിക്കും. സ്വതവേ മൂലം നക്ഷത്രക്കാർക്ക് ക്ഷോഭം അല്പം കൂടുതലുള്ളവരാണ്. അത് ഒന്ന് കൺട്രോൾ ചെയ്ത് മാത്രമേ നിങ്ങളുടെ പരിചയക്കാരുമായി, സുഹൃത്തുക്കളുമായി, അതിൽ ബന്ധുക്കളായാലും ആരായാലും അവരുമായിട്ട് ഇടപെടാവൂ. നിങ്ങൾക്കൊരു നല്ല കാലം വന്നപ്പോൾ അവരെ തള്ളിക്കളഞ്ഞു എന്നൊരു തോന്നൽ അവർക്കുണ്ടാകാത്ത രീതിയിൽ പരമാവധി നയപരമായി ഇടപെടുവാൻ കൂടി ശ്രമിക്കണം. ഇനി ചിങ്ങമാസത്തെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കുന്ന ഒരു മാസമാണ്. ഓഗസ്റ്റിൻ്റെ പാതി മുതൽ സെപ്റ്റംബർ മാസത്തിൻ്റെ പാതി വരെയുള്ള കാലഘട്ടമാണ് ചിങ്ങമാസം. ചിങ്ങമാസത്തിൽ നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കുവാൻ കഴിയും. നിങ്ങളുടെ കഠിനമായ അധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കുന്ന ഒരു സമയമാണ്. ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് അർഹമായിരുന്ന, മുൻകാലങ്ങളിൽ ലഭിക്കാതിരുന്ന പല കാര്യങ്ങളും സർക്കാർ തലങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈ സമയത്ത്, ഈ ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. പുതിയ വാഹനം വാങ്ങാൻ ഉചിതമായ ഒരു സമയമാണ്. അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങുക. ആ വാഹനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരും. ഗവേഷകർക്കും സാങ്കേതിക പഠനം നടത്തുന്നവർക്കും വളരെ നല്ല കാലമാണ്. സുവർണാവസരങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത്. അവരുടെ ശ്രമങ്ങൾക്ക് നല്ല നേട്ടങ്ങളോടുകൂടിയുള്ളൊരു പര്യവസാനം തീർച്ചയായും ഈ സമയത്തുണ്ടാകും. ഇനി നമുക്ക് കന്നിമാസം എങ്ങനെയാണ് ഈ മൂലം നക്ഷത്രക്കാർക്ക് എന്ന് നോക്കാം. സെപ്റ്റംബർ മാസത്തിൻ്റെ പാതി മുതൽ ഒക്ടോബർ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് കന്നിമാസം. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു മാസമാണ്. നിങ്ങളുടെ ഔദ്യോഗിക മേഖല, തൊഴിൽ മേഖല, ബിസിനസ് മേഖല, നിങ്ങളുടെ കർമ്മ മണ്ഡലത്തിൽ നിങ്ങളെ തേടി പുതിയ ഉത്തരവാദിത്തങ്ങൾ വരും. അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നിലവിലുള്ള സാഹചര്യം നമ്മുടെ കർമ്മ മേഖലയിൽ മാറ്റപ്പെടുമെന്നാണ്. നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷനിൽ നിന്ന് വലിയൊരു പൊസിഷനിലേക്ക്, അതിനേക്കാളും കൂടിയ ഒരു പൊസിഷനിലേക്ക് മാറ്റപ്പെടും. ഉയർന്ന തലത്തിലേക്ക് നമുക്ക് കർമ്മമണ്ഡലത്തിൽ ഒരു ഉയർച്ചയുണ്ടാകും. അതുകൊണ്ടാണ് നമുക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നത്. പക്ഷെ മൂലം നക്ഷത്രത്തെ സംബന്ധിച്ച് ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും വളരെ മനോഹരമായി അത് പൂർത്തീകരിച്ച് വിജയിപ്പിക്കുവാനും സാധിക്കും. പിതൃപരമായ സ്വത്തുകൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരാൻ യോഗ്യമായ ഒരു മാസമാണ്. നിങ്ങളുടെ കുടുംബ സ്വത്തുക്കൾ എന്തെങ്കിലും ലഭിക്കുവാനുണ്ടെങ്കിൽ അത് ഈ കന്നിമാസത്തിൽ ലഭിക്കും. മുൻ മാസങ്ങളെപ്പോലെ തന്നെയാണ് സാമ്പത്തികപരമായി നല്ല ഭദ്രത, നേട്ടം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. കുടുംബത്തിൽ മംഗളകർമ്മം നടക്കാൻ സാധ്യതയുണ്ട്. അത് വിവാഹം അല്ലെങ്കിൽ വിവാഹം പോലുള്ള നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ സന്തോഷത്തോടു കൂടി ഒത്തുകൂടുന്ന ഒരു നല്ല മംഗളകർമ്മം കുടുംബത്തിൽ നടക്കുവാൻ സാധ്യതയുണ്ട്. ദീർഘകാലമായി നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു യാത്ര, നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണം, അത് തീർത്ഥയാത്രയാകാം, വിനോദയാത്രയാകാം, അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു യാത്രയായിരിക്കാം. ആ ലക്ഷ്യം, ആ യാത്ര നിങ്ങൾക്ക് സഫലമാകും. ഇനി മലയാള മാസത്തിലെ 7ാമത്തെ മാസം തുലാം മാസം, ഒക്ടോബർ മാസത്തിൻ്റെ പാതി മുതൽ നവംബർ മാസത്തിൻ്റെ പാതി വരെയുള്ള കാലഘട്ടമാണ് ഈ തുലാം മാസം. തുലാം മാസത്തിൽ നിങ്ങളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പല പ്രവർത്തികളും നിങ്ങൾക്ക് ചുറ്റുമെന്നും ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ്. അത് നിങ്ങളുടെ വളർച്ചയിൽ ബുദ്ധിമുട്ട് തോന്നുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ എതിരാളികളോ അങ്ങനെ ഔദ്യോഗിക മേഖലയിൽ നിങ്ങളുടെ ഉയർച്ച ഇഷ്ടപ്പെടാത്തവരോ ഒക്കെയുള്ള വ്യക്തികളായിരിക്കാം. നിങ്ങളെ ചില പ്രശ്നങ്ങളിൽ കൊണ്ടിടാൻ നിങ്ങളുടെ മനോനില, നിങ്ങളുടെ സമാധാനപരമായ മനോനില തെറ്റിക്കുന്ന തരത്തിൽ ചില മാനസിക വൈഷമ്യങ്ങൾക്കും തടസ്സങ്ങൾക്കുമെല്ലാം ഇടയാക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ഈ തുലാം മാസത്തിൽ നിങ്ങൾ നേരിടേണ്ടി വരും. പക്ഷേ നിങ്ങൾക്കതിനെ ധൈര്യപൂർവ്വം അതിജീവിക്കുവാനും കഴിയും.
ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് അനിഷ്ടമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നാൽ കഴിയുമെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും കയറി അഭിപ്രായം പറയുവാനോ ഇടപെടലുകൾ നടത്തുവാനോ ശ്രമിക്കരുത്. നിങ്ങൾ ഔദ്യോഗിക രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ടേബിളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൃത്യനിർവഹണ പരിധിയിൽ വരുന്ന കാര്യങ്ങളിൽ മാത്രം ഇടപെടുക, അതുമാത്രം കൃത്യമായി ചെയ്യുക. മറ്റൊരാളിൻ്റെ അധികാര പരിധിയിൽ ഇടപെടുകയോ അഭിപ്രായം പറയുവാനോ ഒന്നിനും പോകരുത്. അത് നമ്മുടെ ബിസിനസ് രംഗത്തായാലും തൊഴിൽ രംഗത്തായാലും ശരി തന്നെ. നമ്മുടെ കാര്യം മാത്രം കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുക. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, അവരെത്തരത്തിൽ പ്രവർത്തിക്കുന്നു, നമുക്കെതിരെ അവരെന്ത് ചെയ്യുന്നു, ഇതൊന്നും അന്വേഷിക്കാൻ പോകരുത്. നമുക്കെതിരെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന സാഹചര്യങ്ങളെല്ലാം ഒഴിഞ്ഞു മാറുക. കാര്യം ഈ മാസം നിങ്ങൾക്ക് അത്തരത്തിൽ ചില പ്രതിസന്ധികളും മാനസിക വൈഷമ്യങ്ങളും അനുഭവിക്കേണ്ടി വരും. സാമ്പത്തികപരമായി നിങ്ങൾക്ക് പക്ഷേ നല്ല സമയമാണ്. ഇത് മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ വരുന്നുള്ളൂ. കെട്ടുറപ്പുള്ള ഒരു ഫണ്ട് നിങ്ങൾക്ക് ലഭിക്കും. ലോണുകൾ ലഭിക്കുന്ന സമയമാണ്. പക്ഷേ അതിന് ചില താമസങ്ങൾ നേരിടും എന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ അതിന് പിറകെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ലോൺ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിന് പിറകെ പോയാൽ മതി. കാര്യം ധനപരമായി നിങ്ങൾ കൃത്യമായ നല്ല നിലയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. എന്നിട്ടും ലോണുകൾ വേണ്ടി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു വലിയ വീട് വയ്ക്കുന്നു, വലിയൊരു വാഹനം വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലോ മറ്റിടത്തോ എന്തെങ്കിലും ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ലോൺ ആവശ്യമായി വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ അതിനല്പം താമസം നേരിട്ടാലും സാധിക്കും. അപ്രതീക്ഷിതമായ ചെലവുകൾ നേരിടേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾക്കെല്ലാം പണം ചെലവഴിക്കേണ്ടി വരും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. അവർക്ക് എന്തെങ്കിലും ചെറിയ അസുഖങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ കൃത്യമായി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഈ അപ്രതീക്ഷിതമായ ചെലവുകൾ എന്നതിൽ ഈ മാതാപിതാക്കളുടെയോ കുടുംബാംഗങ്ങളുടെയോ ആരോഗ്യപരമായ കാരണത്തിന് വേണ്ടി പണം ചെലവിടുന്നതും ആകാം. രേഖകളിൽ ഒപ്പിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് തുലാമാസത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങൾ കൃത്യമായി വായിച്ച് നോക്കി മനസ്സിലാക്കി നമുക്ക് വേണ്ട കാര്യങ്ങളാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഒപ്പിടാവൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണികൾ കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് മാനസിക വിഷമത്തിന് സാധ്യതയുള്ളൊരു മാസമായതുകൊണ്ടാണ് അത് പറയുന്നത്. നമ്മുടെ അശ്രദ്ധ ഭാവിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുവാനുള്ള അതീവ ജാഗ്രത തീർച്ചയായും പുലർത്തുക. ഇനി വൃശ്ചിക മാസം നവംബർ മാസത്തിൻ്റെ പാതി മുതൽ ഡിസംബർ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് വൃശ്ചിക മാസം. സാമൂഹികമായി അംഗീകാരം നിങ്ങളെ അന്വേഷിച്ച് വരുന്ന, നിങ്ങളെ തേടി വരുന്ന ഒരു സമയമാണ്. രാഷ്ട്രീയ, സാമൂഹിക, സംഘടന, പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് നിങ്ങൾ അർഹിക്കുന്ന പദവി, നിങ്ങൾ മുൻകാലങ്ങളിൽ എത്ര കഷ്ടപ്പെട്ടിട്ടും നിങ്ങൾക്കൊരു അംഗീകാരമോ യശസ്സോ ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ആ അംഗീകാരം നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് തേടി വന്ന് നിങ്ങളെ പ്രശംസിക്കുന്ന, അംഗീകരിക്കുന്ന, ആദരിക്കുന്ന ഒരു സമയമാണ്. അത്തരത്തിലുള്ള പദവികൾ നിങ്ങൾക്ക് ഈ മാസം, ഈ വൃശ്ചിക മാസത്തിൽ ലഭിക്കും. നിങ്ങളുടെ കർമ്മ മേഖലയിലെ പ്രാവീണ്യത്തിനും അംഗീകാരം ലഭിക്കും. അത് നിങ്ങളുടെ തൊഴിലിടം, അത് ബിസിനസ്സായാലും സ്വയം തൊഴിലായാലും അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സേവന രംഗത്തോ ഔദ്യോഗിക രംഗത്തോ നിന്നാൽ പോലും നിങ്ങൾക്ക് അർഹമായ ഒരു അംഗീകാരവും നേട്ടവും ലഭിക്കും. ഗൃഹപ്രവേശം പോലുള്ള ചടങ്ങുകൾക്ക് യോഗമുണ്ട്. നിങ്ങളുടെ പണി തീർന്ന വീട് പാല് കാച്ചാനുള്ള സാധ്യത, യോഗം ഈ സമയത്തുണ്ട്. ബിസിനസ്സിൽ നിന്ന് തികച്ചും നല്ല നേട്ടം, ലാഭം തന്നെ കൊയ്യാൻ കഴിയുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കഠിന പ്രയത്നത്തിന് ധനപരമായ നേട്ടം ലഭിക്കുന്ന മാസം കൂടിയാണ് വൃശ്ചിക മാസം. ഇനി ധനുമാസം എങ്ങനെയാണ്? ഡിസംബർ മാസത്തിൻ്റെ പാതി മുതൽ 2027 ജനുവരി മാസത്തിൻ്റെ പാതി വരെയാണ് ധനുമാസം വരുന്നത്. നിങ്ങൾക്ക് ഊർജ്ജസ്വലത, അതായത് പ്രവർത്തി ചെയ്യുവാൻ, നിങ്ങളുടെ കർമ്മ മേഖലയിൽ നന്നായി പരിശ്രമിക്കുവാനുള്ള ഊർജ്ജസ്വലത വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യം പുഷ്ടിപ്പെടും. ആത്മവിശ്വാസവും ധൈര്യവുമൊക്കെ കൂടുതലായി തോന്നും. നിങ്ങൾ ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങൾക്കും നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. കടബാധ്യതകൾ ഒട്ടുമിക്കതും തീർത്ത് മാറി ആശ്വാസം കണ്ടെത്താൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. മുതിർന്നവരുടെ സഹായത്തോടു കൂടി വിവാഹ തീരുമാനമുണ്ടാകും. കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നോ അല്ലെങ്കിൽ അവർ തീരുമാനിച്ചതിൽ നിങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തി ഉണ്ടാകുന്നതോ ആയ ഒരു വിവാഹം, ആ വിവാഹത്തിൽ ഒരു തീരുമാനമുണ്ടാകും.
പഴയ വാഹനം നിങ്ങൾ മാറി വാങ്ങാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ്. അതിന് അനുകൂലമായൊരു യോഗം കാണുന്നുണ്ട്. പഴയ വാഹനം വിറ്റ് പുതിയത് വാങ്ങുവാൻ അനുകൂല സാഹചര്യവും യോഗവും ഈ ധനുമാസത്തിലുണ്ട്. ഇനി 10ാമത്തെ മലയാള മാസം മകരമാസത്തെ പറ്റിയാണ് പറയുന്നത്. മകരമാസത്തിൽ സഹോദരങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നിങ്ങൾക്ക് സഹായം ലഭിക്കുന്ന, പിന്തുണ ലഭിക്കുന്ന ഒരു സമയമാണ് മകരമാസം എന്നത്. 2027 ജനുവരി പാതി മുതൽ ഫെബ്രുവരിയുടെ പാതി വരെയുള്ള കാലഘട്ടമാണ് മലയാളത്തിലെ മകരമാസം. സഹോദരങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ലഭിക്കും. ഒരുപക്ഷെ നിങ്ങൾ പല ഘട്ടങ്ങളിലും അവരുമായി സഹായത്തിന് അഭ്യർത്ഥിച്ചിട്ടും സഹായിക്കാൻ മനസ്സ് കാണിക്കാത്തവരോ അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം ആയിരുന്നിട്ടുണ്ടാകാം. അവർക്ക് നിങ്ങളെ സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും ചെയ്യാൻ കഴിയാത്തവരോ ആയ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, ഇവരിൽ നിന്നും, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും ഒരു പിന്തുണ, അത് സാമ്പത്തികമായും മാനസികമായും ലഭിക്കുന്ന ഒരു സമയമാണ് മകരമാസം. വിദ്യാഭ്യാസ സംബന്ധമായി നിങ്ങൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയെടുക്കാൻ കഴിയുന്ന മാസമാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള യോഗമുണ്ട്. ഒരു പുതിയ ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് ജോലി ലഭിക്കും. അത് സർക്കാർ, അർദ്ധ സർക്കാർ അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിലൊക്കെ നിങ്ങൾക്ക് ജോലി ലഭിക്കുവാനുള്ള യോഗമുണ്ട്. സ്വകാര്യ മേഖലയിലുള്ളവർക്ക് ശമ്പള വർധനവിനും സ്ഥാനക്കയറ്റത്തിനുമൊക്കെ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് ഈ മകരമാസം. അനാവശ്യമായ ചെലവുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നതാണ് ഈ മാസത്തിൽ സാമ്പത്തികപരമായ കാര്യങ്ങളെപ്പറ്റി പറയാനുള്ളത്. ഒരുപാട് ചെലവുകൾ, പാഴ്ചെലവുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. ആ വരുന്ന ചെലവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയ്ക്ക് വേണ്ടി മാത്രം പണം ചെലവഴിക്കുക. അല്ലാത്ത കാര്യങ്ങളെ അവഗണിക്കുവാനും കൂടി ശ്രമിക്കുക. ഇനി കുംഭമാസത്തെ പറ്റിയാണ് പറയുന്നത്. 2027 ഫെബ്രുവരിയുടെ പാതി മുതൽ മാർച്ച് മാസത്തിൻ്റെ പാതി വരെയാണ് കുംഭമാസം. യാത്രകൾ കൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു മാസമാണ് കുംഭമാസം. നിങ്ങൾക്ക് വിദേശത്ത് പോകുവാൻ ഒരാഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ആ യാത്ര ഈ മാസം അത് സഫലമാകുന്ന സമയമാണ്. അതുപോലെ അന്യദേശത്ത് ഒരു ജോലിക്ക് പോകണം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു അഡ്മിഷൻ വാങ്ങണം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുജനങ്ങളോ സുഹൃത്തുക്കളോ അവിടെയുണ്ട്, അവരെ പോയി കാണണം. അങ്ങനെ ഒരു സ്ഥലത്ത് പോയി എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കൊണ്ടുവരണം. ഇതെല്ലാം നിങ്ങൾക്ക് സാധ്യമാകും. യാത്രകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും സംഭവിക്കുന്ന ഒരു സമയമാണ് കുംഭമാസം. ഭൂമി ഇടപാടുകളിൽ നിന്ന് വലിയ ലാഭം പ്രതീക്ഷിക്കാൻ കഴിയുന്ന സമയം കൂടിയാണ്. വിൽക്കുവാൻ വച്ചിരിക്കുന്ന ഭൂമി നല്ല വിലയ്ക്ക് വിറ്റുപോകും. അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു ഭൂമി നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞ വിലയിൽ വാങ്ങിയെടുക്കുവാൻ കഴിയും. അത്തരത്തിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ലാഭം പ്രതീക്ഷിക്കാം. കാലുകൾക്കോ സന്ധികൾക്കോ ഒക്കെയുള്ള വേദന നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇതാണ് ആരോഗ്യപരമായി ഈ മാസം, ഈ കുംഭമാസത്തിൽ പറയാനുള്ളത്. കാലുകൾക്ക് മറ്റു പരിക്കുകൾ ഏൽക്കാതിരിക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി മീനമാസം എങ്ങനെയാണ് എന്ന് നോക്കാം. 2027 മാർച്ച് മാസത്തിൻ്റെ പാതി മുതൽ ഏപ്രിൽ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് മീനമാസം. സമാധാനപരവും ഐശ്വര്യപൂർണമായ ഒരു കാലമാണ് ഈ മീനമാസം. ധനനേട്ടം നിങ്ങൾക്കുണ്ടാകും, മനസ്സമാധാനം ഉണ്ടാകും. അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുന്നതിൽ നിങ്ങൾ പൂർണ്ണ സംതൃപ്തനായിരിക്കും. കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്ന, സമാധാനമുണ്ടാകുന്ന ഒരു സമയമാണ്. പണമിടപാടുകളിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം പ്രതീക്ഷിക്കാം. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുന്ന ഒരു മാസമാണ്. അതിന് അനുകൂലമായ യോഗമുള്ള ഒരു കാലമാണ് മീനമാസം. ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ താല്പര്യം തോന്നിക്കുന്ന ഒരു മാസമാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ പൂർണ്ണമായ ഫലം അനുഭവത്തിൽ വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ മീനമാസം തീർച്ചയായും നിങ്ങൾക്ക് ഐശ്വര്യപൂർണമായ, സമാധാനപൂർണമായ സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന ഒരു മാസം തന്നെയാണ്. കേതുവിൻ്റെയും ശനിയുടെയും സ്വാധീനമുള്ളവരാണ് ഈ മൂലനക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ തടസ്സങ്ങൾ ഒന്ന് ഒഴിഞ്ഞു പോകുന്നതിനായി ഗണപതി ഭജനം നല്ലതാണ്. വിഘ്നങ്ങൾ മാറാൻ ദിവസവും നിങ്ങൾ ഗണപതിയെ വന്ദിക്കുക, ഗണപതിയുടെ പ്രാർത്ഥനകൾ ചൊല്ലുക. കേതുദോഷം മാറാൻ ഇത് വളരെ ഉത്തമമാണ്.
ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം കത്തിക്കുകയോ എള്ള് പായസം വഴിപാട് കഴിക്കുകയോ ഒക്കെ ചെയ്യുക ശാസ്താവിൻ്റെ പ്രീതി വരുത്തുന്നതും നമുക്ക് നല്ലതാണ്. ഓം ഗം ഗണപതായേ നമ എന്ന മന്ത്രം, ഗണപതിയുടെ മന്ത്രം 108 തവണ ജപിക്കുന്നതും നല്ലതാണ്. ദാനം നൽകാൻ മറന്നു പോകരുത്. ആലംബഹീനരായവർക്ക് ഭക്ഷണം നൽകുന്നത് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറുവാൻ തീർച്ചയായും സഹായിക്കും. അർഹരായവരെ കണ്ടുപിടിച്ച് ഒരു നേരത്തെ ഭക്ഷണം നമ്മളാൽ കഴിയും വിധം കൊടുത്താൽ മതി, അത് നല്ലതാണ്. ഇത്തരത്തിലുള്ള ദോഷപരിഹാരങ്ങൾ കൂടാതെ നിങ്ങളുടെ സ്വഭാവത്തിലും ഈ അമിതമായ എടുത്തുചാട്ടം, ഒന്നും നോക്കാതെ മുഖമടച്ചുള്ള മറുപടി കൊടുക്കൽ, അഭിപ്രായ പ്രകടനം, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറിയുള്ള ഇടപെടൽ, ഇങ്ങനെയുള്ളതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, നിയന്ത്രിക്കണം. നിങ്ങളുടെ വാക്കുകളും പ്രവർത്തികളുമൊക്കെ ഒന്ന് നന്നായി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് ഐശ്വര്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളുമൊക്കെ ഉള്ള ഒരു സമയമാണിത്. പക്ഷേ നമ്മുടെ ചുറ്റും നിൽക്കുന്നവരെ നമ്മൾ വെറുപ്പിക്കാൻ നമ്മുടെ സ്വഭാവത്തിൻ്റെ കുഴപ്പം കൊണ്ട് ഇടയാകരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് പ്രതികൂലമായി മാറുവാൻ സാധ്യതയുണ്ട്. കാരണം മനുഷ്യൻ എന്നത് ഒരു സാമൂഹിക ജീവിയാണ്. ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഒറ്റയ്ക്കൊരു നേട്ടമുണ്ടാക്കുമ്പോഴും നമുക്ക് ചുറ്റിനുമുള്ളവരുടെ ഒരു പിന്തുണ, അവർ നമ്മുടെ കൂടെ നിന്ന് പ്രയത്നിച്ച് നമ്മളെ വലിയവനാക്കാൻ തയ്യാറാകണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളിനെ മിത്രമാക്കാൻ കഴിയില്ലെങ്കിലും ശത്രുവാക്കാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ഗുണം ചെയ്യും. കാരണം നമ്മെ നോക്കി ഒരാൾ പുഞ്ചിരിക്കുകയാണെങ്കിൽ ആ പുഞ്ചിരി നമ്മുടെ മനസ്സിന് ഒരു ഉത്തേജനം നൽകും, ഒരു പോസിറ്റീവ് എനർജി നൽകും. നമ്മൾ രാവിലെ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. പുറത്ത് കാണുന്ന ഒരു വ്യക്തി നമ്മളോട് പുഞ്ചിരിയോടുകൂടി സൗമ്യമായി, അവരൊന്നും പറയണ്ട, ഒരു പെരുമാറ്റം കിട്ടിയാൽ മതി, നമുക്കും ആ പോസിറ്റീവ് എനർജി നമ്മളിലേക്കും ഫീൽ ചെയ്യും. അതേസമയം നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എതിരെ വരുന്ന ഒരാൾ വളരെ മോശമായി, നികൃഷ്ടമായി, ദേഷ്യത്തോടുകൂടി, വൈരാഗ്യബുദ്ധിയോടുകൂടി നമ്മളത് നോക്കുകയോ ഒരു വാക്ക് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സവിടെ ഉടയും, നെഗറ്റീവ് വൈബിലായി പോകും. നമ്മൾ അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് കൺവെർട്ടായി പോകും. അന്നത്തെ ദിവസം നമുക്ക് പോകും. നമ്മുടെ തൊഴിൽ സ്ഥലത്തായാലും മറ്റെല്ലാ സ്ഥലത്തും നമ്മളെ ആ രാവിലെ ഉണ്ടായ അനുഭവം മതിച്ചുകൊണ്ടിരിക്കും. അത് നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തും. നമ്മളിലൂടെ ആ നെഗറ്റീവ് എനർജി പാസ് ചെയ്ത് മറ്റുള്ളവർക്ക്, നമ്മുടെ ചുറ്റും നിൽക്കുന്നവരിലേക്കും പോകും. നമ്മളും മറ്റുള്ളവരുമായിട്ടും പ്രശ്നങ്ങളാവും. അങ്ങനെ ഒരു ദിവസം അങ്ങ് പോയി കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ നമ്മളുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുക. സദാ പോസിറ്റീവ് എനർജി സൂക്ഷിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാകുവാൻ ശ്രമിക്കുക. നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല പ്രവർത്തികൾ ചെയ്യുക, നമുക്ക് കഴിയുന്നവരെ സഹായിക്കുക. അതും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ മാത്രം സഹായിക്കുക. 10 രൂപ കിട്ടുമ്പോൾ 1 രൂപ ചിലവാക്കുക. 1 രൂപ ദാനധർമ്മത്തിന് അർഹരായവർക്ക് കൊടുക്കുന്നത് കൊണ്ട് നമുക്കൊരു ദോഷവും വരില്ല. അതിന് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്നും ഒരു പുണ്യം ലഭിക്കുകയേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്നത് എന്തോ അതാണ് നമുക്ക് ഈ ലോകത്തിലേക്ക് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക. പുഞ്ചിരി കൊടുത്താൽ പുഞ്ചിരി കിട്ടും, സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും. നമ്മളിലുള്ള നമ്മളാൽ കഴിയുന്നൊരു സഹായം മറ്റൊരാൾക്ക് ചെയ്താൽ നമുക്കും നമ്മളെ തേടിയും ഒരു സഹായത്തിൻ്റെ ഹസ്തം നമുക്ക് നേരെയും ഉയർന്നു വരും, നീണ്ടു വരും. അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു തത്വം. ഏത് പ്രവർത്തനത്തിനും ഒരു പ്രതിപ്രവർത്തനം. നമ്മൾ ചെയ്യുന്ന നന്മയ്ക്ക് ഒരു നന്മ തന്നെ കിട്ടും, ചെയ്യുന്ന ഒരു തിന്മയ്ക്ക് തിന്മ തന്നെ കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. അതുകൊണ്ട് നല്ല മനസ്സോടുകൂടി, സന്തോഷവാന്മാരായി, ഈശ്വര ഭക്തിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം സാമ്പത്തിക നേട്ടം, സമാധാനം, ഐശ്വര്യം, തൊഴിൽ ഉന്നതി, ഔദ്യോഗിക മേഖലയിൽ ഉയർച്ച, സാമൂഹ്യ തലത്തിൽ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ, പൊതുപ്രവർത്തന മേഖലയിൽ അംഗീകാരം, അങ്ങനെ ഒട്ടനവധി ഗുണാനുഭവങ്ങൾ വരും. ചെറിയ ചില പ്രതിസന്ധികളും തടസ്സങ്ങളുമൊക്കെ വരും. അതിനെ നമ്മൾ ബുദ്ധിപൂർവ്വം നേരിടുക, ബുദ്ധി ഉപയോഗിക്കുക. നമ്മൾക്ക് വേണ്ടത് നേട്ടങ്ങളാണ്, നമുക്ക് കോട്ടങ്ങളല്ല വേണ്ടത്. നേട്ടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അനുഭവത്തിൽ വരും എന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കോട്ടങ്ങൾ ഉണ്ടാക്കുവാൻ നമ്മുടെ പ്രവൃത്തി മൂലം കാരണമാകരുത്. എങ്ങനെയെന്നാൽ
അനാവശ്യമായ പ്രശ്നങ്ങളിൽ നമ്മൾ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ നമ്മുടെ കർമ്മ മേഖലയിലോ അല്ലെങ്കിൽ മറ്റ് നമുക്ക് നേട്ടമുണ്ടാകുന്ന കാര്യങ്ങളിലോ ഒന്നും ശ്രദ്ധ ചെലുത്തുവാനുള്ള മനസാന്നിധ്യം നമുക്കുണ്ടാകില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള സമയവും കിട്ടില്ല. കാരണം ഈ തർക്കത്തിൻ്റെയും വഴക്കിൻ്റെയും കേസ് കെട്ടുകളുടെയും പിറകെ നടക്കാനേ കഴിയൂ. അങ്ങനെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഈ ഭാഗ്യാവസരങ്ങളെല്ലാം പോകും. അവസാനം ഈ വർഷവും എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇവിടെ പറയുന്നത് പൊതുഫലങ്ങളാണ്, സാധ്യതകളാണ് പറയുന്നത്. സാധ്യതകൾ മാത്രമേ, അങ്ങനെയുള്ളൊരു പ്രഡിക്ഷൻ മാത്രമേ ജ്യോതിഷപരമായിട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. കൃത്യമായ കാര്യങ്ങൾ കുറച്ചുകൂടി കണിശമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും എല്ലാം വേണം. ജാതകമൊക്കെ നോക്കിയാലേ പറയാൻ പറ്റുകയുള്ളൂ. എങ്കിൽ പോലും ഒരു വ്യക്തിയുടെ പ്രവൃത്തിയാണ് അയാളുടെ ജീവിതം എങ്ങനെ പോകണം എന്ന് നിയന്ത്രിക്കുന്നത്. ഒരു ജോലി ലഭിക്കുവാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ അതിന് അനുകൂലമായ സമയമാണ്, യോഗമുണ്ട് എന്ന് പറയുന്ന സമയത്ത് ആ മനുഷ്യൻ അയാളുടെ പ്രവൃത്തി ദോഷം കൊണ്ട് ഒരു അപകടത്തിൽപ്പെടുകയോ അല്ലെങ്കിൽ ഒരു കേസിൽപ്പെട്ട് ജയിലിലാവുകയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലാവുകയോ അല്ലെങ്കിൽ അതിലൊന്നിനും പോകാതെ, അതായത് ആ തൊഴിൽ തേടി പോകാൻ തയ്യാറാവാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് വെറുതെ സമയം വേസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് എങ്ങനെ ആ ജോലി ലഭിക്കും എന്നുള്ള യോഗം സാധ്യമാകും. അങ്ങനെ ചിന്തിച്ചു നോക്കുക. നമുക്ക് ഒരു നേട്ടങ്ങളും തനിയെ ലഭിക്കുകയില്ല. ആ നേട്ടം നമുക്ക് ലഭിക്കുവാൻ, അത് സ്വായത്തമാക്കുവാൻ നമ്മൾ ശ്രമിക്കുക തന്നെ ചെയ്യും. എന്നാൽ പിന്നെ ഈ പ്രൊഡിക്ഷൻ്റെ ആവശ്യം എന്താണ്? ഞാനങ്ങ് ശ്രമിച്ചാൽ പോരെ എന്ന് ചോദിക്കും. അതിനുള്ളൊരു ഉത്തരം കൂടി പറയാം. ഒരു കർഷകൻ അവന് അനുകൂലമായ, അവൻ ചെയ്യുന്ന കൃഷിക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥയിൽ കൃഷി ചെയ്യുമ്പോൾ ലഭിക്കുന്ന വിളവും പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ കൃഷി ചെയ്യുമ്പോൾ ലഭിക്കുന്ന വിളവും രണ്ടായിരിക്കും. പക്ഷേ കർഷകൻ ചെയ്യുന്ന പ്രവൃത്തി രണ്ടും ഒന്ന് തന്നെയാണ്. അയാൾ കൃഷി ചെയ്യുന്നു, അയാൾ പറമ്പ് കിളയ്ക്കുന്നു, വളം ചേർക്കുന്നു, മണ്ണിൽ വളം ചേർക്കുന്നു, വിത്ത് വയ്ക്കുന്നു, അതിനെ വളർത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും അയാൾ ചെയ്യുന്നു. പക്ഷേ അത് പ്രതികൂല സാഹചര്യത്തിലാണ് അയാൾ ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് എന്ത് വിളവ് കിട്ടും? എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് വരും, ചിലപ്പോൾ ഒന്നും കിട്ടിയില്ലെന്ന് വരും. അയാളുടെ ശ്രമങ്ങളെല്ലാം പാഴ്ശ്രമങ്ങളായി പോകും. അതേസമയം ആ കൃഷിക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥയിലാണ് അയാൾ കൃഷി ചെയ്യുന്നതെന്നിരിക്കട്ടെ, അയാൾക്ക് ചെറിയ ശ്രമങ്ങൾ നടത്തിയാൽ മതി. കൃത്യമായി കാര്യങ്ങൾ അയാൾ സാധാരണ ചെയ്യുന്നത് പോലെ പടിപടിയായിട്ട് അയാൾ ചെയ്താൽ മതി. പക്ഷെ അതിൽ നിന്ന് ലഭിക്കുന്നത് വലിയൊരു വിളവായിരിക്കും, വലിയൊരു നേട്ടമായിരിക്കും. അയാൾക്ക് വീണ്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു ഊർജ്ജം ലഭിക്കും. അങ്ങനെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥ, നിങ്ങൾക്ക് ജോലി കിട്ടുവാൻ അനുകൂലമായ ഒരു കാലാവസ്ഥ, ഒരു വാഹനം വാങ്ങാൻ, ഒരു വീട് പണിയുവാൻ, ഒരു വിവാഹം നടത്തുവാൻ, ഒരു നല്ല കർമ്മം ചെയ്യുവാനുള്ളൊരു കാലാവസ്ഥ, അതാണ് പ്രഡിക്ഷൻ. അത് പറയാൻ കഴിയും. ആ സമയത്ത് നിങ്ങൾ ഇറങ്ങി ശ്രമിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ അതിൽ നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള സാധ്യത ഒരുപാട് കൂടുതലായിരിക്കും. അതേസമയം നമുക്ക് ആ കൃത്യമായി അറിയില്ലാത്തൊരു സമയത്ത് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്കതിൽ നിന്ന് നേട്ടമുണ്ടാകില്ല. ഒരു ജോലി ലഭിക്കും എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് നേട്ടമുണ്ടാകും, യോഗമുണ്ട് എന്ന് പറയുന്ന സമയത്ത് അതിനു വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചാൽ നമുക്കത് നേടാൻ കഴിയും. അതിനുവേണ്ടി ഒരല്പം പോലും പരിശ്രമിക്കാതെ, അല്ലെങ്കിൽ കുറച്ച് പരിശ്രമിച്ചപ്പോൾ കുറച്ച് തടസ്സങ്ങളുണ്ടായി ഉടനെ പിന്തിരിഞ്ഞ് തിരികെ വന്നിരിക്കുന്ന ഒരാളിന് ഒരിക്കലും ജീവിതത്തിൽ ലക്ഷ്യപ്രാപ്തി നേടാൻ കഴിയില്ല. വിഘ്നങ്ങളുണ്ടാകും, തടസ്സങ്ങൾ വരും, പ്രതിസന്ധികൾ, പ്രതികൂലാവസ്ഥയൊക്കെ വരും. നമ്മളെ ഒരു ശ്രമത്തിൽ, അതായത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വിജയിപ്പിച്ച് വിജയപീഠത്തിലേറ്റി നമ്മളെ അഭിനന്ദിക്കുവാൻ വേണ്ടി ഈ ലോകത്താരും കാത്തു നിൽപ്പില്ല. നമ്മളുടെ ജീവിതം, നമ്മുടെ വഴിത്താര, നമ്മുടെ ലക്ഷ്യം നമ്മൾ തന്നെ വെട്ടിത്തുറന്നെടുക്കണം. അവിടെ നമ്മൾ തന്നെ അതിനുള്ള മാർഗം കണ്ടെത്തണം. ആ നേട്ടം നമ്മൾ തന്നെ സ്വായത്തമാക്കണം. അതിനുവേണ്ടി കഠിനമായി ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പ്രകൃതി, ഈ പ്രപഞ്ചം നമുക്കൊപ്പം നിൽക്കും. നമുക്കത് നേടാൻ കഴിയും. ഇത് വെറുതെ മോട്ടിവേഷന് വേണ്ടി പറയുന്നതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ തന്നെ ഇന്നു മുതലൊന്ന് മാറാൻ ശ്രമിച്ചു നോക്കൂ. അനേക ശ്രമങ്ങൾ നടത്തിയിട്ടും വിജയിക്കുന്നില്ല എന്ന് തോന്നുന്നതിന് നിങ്ങൾ വിട്ടുകളയാതെ വീണ്ടും ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ആ മേഖലയിൽ അറിവുണ്ടെങ്കിൽ, നിങ്ങൾക്കത് സ്വായത്തമാക്കാൻ കഴിയുമെന്ന ദൃഢനിശ്ചയമുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. തീർച്ചയായും നിങ്ങൾക്കതിൽ വൻ വിജയം തന്നെ നേടാൻ കഴിയും. അതേസമയം ജ്യോതിഷപരമായി എനിക്ക് ഇന്നതെല്ലാം കിട്ടും എന്ന് പറഞ്ഞു, ഇന്നലെ യോഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു, പക്ഷേ എനിക്കതൊന്നും കിട്ടിയില്ല എന്ന് വെറുതെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. അനുകൂല കാലാവസ്ഥകളെ, അനുകൂല സമയങ്ങളെ, അനുകൂല യോഗങ്ങളെ പ്രവചിക്കുവാൻ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് കഴിയുകയുള്ളൂ. അത് സ്വായത്തമാക്കുവാൻ ഒരു വഴി പറഞ്ഞു തരാൻ കഴിയും. നിങ്ങൾക്കത്
ചെയ്താൽ നേട്ടമുണ്ടാകും എന്ന് പറഞ്ഞു തരാൻ കഴിയും, ഒരു മാർഗം നിർദ്ദേശിക്കാൻ കഴിയും. പക്ഷെ അത് ചെയ്ത് നേട്ടമുണ്ടാക്കേണ്ടത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. പക്ഷെ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊപ്പം ഈ ലോകമുണ്ടാകും, പ്രപഞ്ച ശക്തികളുണ്ടാകും എന്നുകൂടി മനസ്സിലാക്കുക. സൽപ്രവർത്തികളും സത്കർമ്മങ്ങളും ഈശ്വര ചിന്തയും ഒക്കെ ആയി മുന്നോട്ട് പോകുക. നമ്മളെക്കാൾ അശക്തരായവരെ, നമുക്കും താഴെ നിൽക്കുന്നവരെ സാമ്പത്തികപരമായോ കായികപരമായോ ഒരു രീതിയിലും ഉപദ്രവിക്കാൻ പോകരുത്. ആരുടെയും കണ്ണുനീർ വീഴ്ത്താത്ത ധനം സ്വായത്തമാക്കാൻ നോക്കുക. മറ്റുള്ളവരുടെ ഒന്നും തന്നെ തട്ടിയെടുക്കുവാൻ വേണ്ടി യാതൊരുവിധ പ്രവർത്തനങ്ങളും ചെയ്യാതിരിക്കുക. നല്ല മനുഷ്യരായി ജീവിക്കുക. നല്ല ഒരു ലോകം, നല്ലൊരു ജീവിതം, നല്ല കുടുംബ സാമ്പത്തിക സൗഭാഗ്യങ്ങൾ നിങ്ങൾക്കേവർക്കും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.